സ്നേഹ ബഹുമാനപ്പെട്ട കൊച്ചച്ച, PTA പ്രസിഡന്റ് ബോബി, ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ തെരേസ്, മാതാപിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ താഴെ ഇരുന്നപ്പോൾ ഒരു സ്വർഗീയ അനുഭൂതിയിലേക്ക് ഒരു നിമിഷം പോകാനിടയായി. രംഗപൂജയുടെ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ വെള്ളവസ്ത്രം ധരിച്ച് മലാഹ കുഞ്ഞുങ്ങളെ പോലെ ഇവിടെ നൃത്തം പാടിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഹമാർ നൃത്തം ചെയ്യുന്ന ആ ഒരു അനുഭൂതിയിലേക്ക് ഒരു നിമിഷമാകുവാൻ എനിക്ക് സാധിച്ചു. തീർച്ചയായിട്ടും അതിന് പ്രത്യേകമായിട്ട് ആ കുഞ്ഞുങ്ങളെയും അവരെ ഒരുക്കിയ മാതാപിതാക്കളെയും അധ്യാപകരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇന്ന് നമ്മുടെ സെൻറ്റ് ജോസ് പ്രീമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികം നാം കൊണ്ടാടുകയാണ്. ഈ വാർഷികത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ആശംസിക്കുന്നു. ഈ വാർഷിക ആഘോഷങ്ങൾ ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഒരു നിമിഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാ വനിതകൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സെൻറ്റ് ജോസ് പ്രീമറി ഇംഗ്ലീഷ് സ്കൂളിലെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ ഉത്തമ വനിതകളായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നാടിനും കുടുംബത്തിനും മുതൽക്കൂട്ടായി തീരാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു പോയവർ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രംഗങ്ങളിൽ, മണ്ഡലങ്ങളിൽ പ്രഗത്ഭരായി പ്രശോഭിക്കുന്നത് ഈ സ്കൂളിന് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതിന് അവരെ പ്രാപ്തരാക്കിയത് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും PTA ഭാരവാഹികളുമാണ്. അവരെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഭാവിയിൽ പ്രഗത്ഭരായി പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾ പൂമുട്ടുകൾ പോലെയാണ് എന്നുള്ള കാര്യം പറയുന്നത്. ഭാവിയിൽ വിടർന്ന് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ പുഷ്പങ്ങൾ, രത്നങ്ങളായിട്ട് തീരുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശ്വസിക്കുകയാണ്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുരുന്നു പ്രായത്തിൽ തന്നെ അവർക്കതിനു വേണ്ട പരിശീലനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അവരാ നിലയിലേക്ക് എത്തുക എന്നുള്ളത് യാതൊരു സംശയവും. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല തിന്മകൾ, അതൊക്കെ നമ്മളെ ഓരോരുത്തരെയും വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഇങ്ങനെ പേപ്പറിൽ കൂടെയും TV കൂടെയൊക്കെ നമ്മൾ കാണുന്നു. കൂട്ടുകാർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കുക, അതുപോലെ തന്നെ കൊല്ലുക. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, +2 അതുപോലുള്ള മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം ക്രൂര പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെയൊക്കെ അനുഭവമാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം വേദനിക്കുന്നുണ്ട്. ഇതിങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിലെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിനുള്ള പരിശീലനം നമ്മൾ കൊടുത്തേ മതിയാവും. ഞാൻ സൂചിപ്പിക്കാറുണ്ടല്ലോ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അതിനുള്ള പരിശീലനം കൊടുക്കണം. അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുമ്പോൾ മുതൽ ആ കുഞ്ഞുങ്ങളെ നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെടുന്ന ആ നിമിഷങ്ങൾ, കുഞ്ഞ് ജന്മമെടുക്കുന്ന, ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്ന ആ നിമിഷം മാത്രമല്ല, ആദ്യത്തെ 5 വയസ്സ് പ്രായം വരെയുള്ള കാലഘട്ടങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ നല്ലതേ പരിശീലിപ്പിക്കുക. ഉദരത്തിലായിരിക്കുന്ന അവസരത്തിൽ കുഞ്ഞിൻ്റെ അമ്മ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ,
നല്ലതേ വായിക്കാവുള്ളൂ, നല്ലതേ പറയാവൂ. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഏത് ജീവിത ശൈലിയിലൂടെ കടന്നുപോയാലും അത് ആ കുഞ്ഞുങ്ങളെയെല്ലാം അവരുടെ സ്വഭാവത്തെ ശരിക്കും ബാധിക്കും എന്നുള്ള യാതൊരു സംശയവും. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് അലങ്കരിക്കുന്നത് നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങളെ ആ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുള്ള പരിശ്രമങ്ങളും പരിശീലനങ്ങളും കുടുംബത്തിൽ തന്നെ കൊടുക്കണം. കുടുംബമാണ് ആദ്യത്തെ വിദ്യാലയം എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ കണ്ടു കേട്ട് പഠിക്കുന്നതാണ് തുടർന്ന് ജീവിതത്തിലേക്ക് മുഴുവൻ പ്രാവർത്തികമാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും തമ്പുരാനോട് ചേർത്ത് നിർത്തി, ദൈവത്തോട് ചേർത്ത് നിർത്തി അവർ വളർത്തിക്കൊണ്ട് വരണം. ദൈവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടൊരു കുഞ്ഞും ഭാവിയിൽ എന്തെല്ലാം പ്രശ്ന പ്രതിസന്ധി വന്നാലും അതിൻ്റെ കീഴ്പ്പെട്ടു പോകില്ല. എന്തെല്ലാം പ്രശ്നം വന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം ശക്തിയായിട്ട് കൂട്ടായിട്ട് ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും. അപ്പോൾ കുടുംബങ്ങളിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ സൂചിപ്പിച്ചു, അമ്മ നല്ലതേ കാണാവുള്ളൂ കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് അപ്പന്മാരുടെ ചുമതലയുമാണ്. അതുപോലെ തന്നെ സന്ധ്യാപ്രാർത്ഥനയില്ല. ഏത് കുടുംബത്തിലാണ്, ഏത് മതസ്ഥരുടെ വീട്ടിലാണെങ്കിലും നമുക്കറിയാം സന്ധ്യാപ്രാർത്ഥന കാണും. ആ സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ ഒരു കുടുംബം പോലും പോകുവാനിടയാകരുത്. ദൈവത്തോട് ചേർത്ത് നിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു പോയാൽ ഒന്നും നടക്കാൻ പോകില്ല. നമ്മുടെ പരിശ്രമവും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടായിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത പലരുടെയും അനുഭവങ്ങൾ എന്നുള്ള സംശയവും. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം ഒന്നിലോ രണ്ടിലോ നിർത്തിയാൽ പോരാ. ഇന്ന് പല നമുക്കറിയാമല്ലോ, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല തിന്മകൾക്കും കാരണം എന്തുവാണ്? അവര് എല്ലാം സ്വന്തമായിട്ട് കൈപ്പിടിയിൽ കൊടുക്കണം. എനിക്ക് മാത്രം മതി എല്ലാ കാര്യങ്ങളും, എല്ലാം എനിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരെ വകവരുത്തുക എന്നുള്ള മനോഭാവത്തോടെ എല്ലാ സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2, 3, 4, 5 കുഞ്ഞുങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ എനിക്ക് എന്നുള്ള ആ ഒരു ചിന്ത മാറിയിട്ട് നമുക്ക് എന്നുള്ള ചിന്തയിലേക്ക് കുഞ്ഞുങ്ങൾ വളരും. പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിക്കണം. ഈ അവസരത്തിൽ മോറൽ ക്ലാസ്, പഴയ കാല മോറൽ ക്ലാസ്സിൽ പഠിച്ച ഒരു കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അവിടെ 2 വ്യക്തികൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും ആഗ്രഹം സ്വർഗവും കാണണം, നരകവും കാണണം. അപ്പോൾ ആദ്യം പത്രോസ് ശ്ലീഹ നരകം കാണിക്കാൻ വേണ്ടിയാണ് ആ 2 പേരെയും കൊണ്ടുപോയത്. അവർ ചെന്നപ്പോൾ നരകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഓരോ സ്പൂണ് അല്ലെങ്കിൽ തവി എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ കൊച്ചുകുട്ടികൾക്കൊന്നും മനസ്സിലായി, സ്പൂൺ വെച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, കയ്യിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ തവി വെച്ച് കിട്ടി കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് സ്വന്തം വായിലേക്ക് ഒരു സാധനവും എടുത്തു വെക്കാൻ പറ്റില്ല. ഇങ്ങനെ തവി വെച്ച് കിട്ടിയിട്ടുണ്ട്. നടുക്കൊരു കുട്ടകത്തിൽ ഇഷ്ടം പോലെ പായസവും. അവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാവോ? അവർ ഈ തവി കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി സ്വന്തമായിട്ട് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വായിലോട്ടെടുക്കുമോ? കോരുന്നത് മുഴുവൻ സ്വന്തം തലയിലേക്ക് വീണ് ഒരു വ്യക്തിക്ക് പോലും അത് ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ മുഴുവൻ പായസം കൊണ്ട് ഉളവാക്കി. ഒരാൾക്ക് പോലും സ്വന്തം വായിലേക്ക് അത് വെക്കുവാൻ പറ്റില്ല, തവി വെച്ച് കൊടുത്തു. അത് കണ്ടിട്ട് അടുത്തത് സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകും. സ്വർഗത്തിലെ കാഴ്ച. സ്വർഗത്തിലും ഇതുപോലെ തന്നെ നടുക്കൊരു കുട്ടകം നിറച്ച് പായസമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ തവി അല്ലെങ്കിൽ സ്പൂണ് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അവിടെ കണ്ടവർക്ക് പ്രത്യേകത എന്നാൽ വളരെയേറെ സന്തോഷത്തോടെ, നരകത്തിൽ കണ്ടവരെല്ലാം പരസ്പരം പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ആർക്കും പായസം കിട്ടാതെ സ്വന്തം തലയിലേക്കും മറ്റുള്ള തലയിലേക്കും കോരി ഒഴിച്ച് അവിടെ മുഴുവൻ മനിയും കുളമാക്കുമെങ്കിൽ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാണാൻ പറ്റിയ കാഴ്ച വളരെ ആനന്ദകരമായിരുന്നു. ഇവരെന്താ ചെയ്യുന്നറിയാവോ? അവർ ഈ സ്പൂണും കൊണ്ട് കോരി അടുത്ത് നിൽക്കുന്ന ആളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ ഓരോരുത്തരും പരസ്പരം മറ്റുള്ളവരുടെ വായിലേക്ക് ഈ പായസം പോയി കൊടുത്തു. എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റി. അവിടെ ഒന്നും മലിനസമായിട്ടില്ല. നല്ല വൃത്തിയായിട്ട് വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ജീവിക്കും. അപ്പോൾ ഒരാൾ കൊണ്ട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ നരകത്തിലുണ്ടായിരിക്കുന്നവർക്കും ഇത് ചെയ്യാൻ മേലേ? അവർ ചെയ്തിരുന്നെങ്കിൽ സ്വർഗത്തിലെ പോലെ സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാമായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു പത്രോസ്, ഭൂമിയിൽ വെച്ച് അവർ പരസ്പരം മറ്റുള്ളവരെ സഹായിച്ചിരുന്നെങ്കിൽ, ഇവിടെ ആയിരുന്നപ്പോഴും ഈ തവയുകൊണ്ട് അടുത്ത സ്വർഗത്തിൽ ചെരുവ് അടുത്ത വായിലേക്ക് വെച്ചു കൊടുത്തെങ്കിൽ, അതായത് പങ്കുവയ്ക്കൽ, ഷെയറിങ്, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, ആദരിക്കൽ, അതാണ് സ്വർഗത്തിൽ നടക്കുന്നത്. നരകത്തിൽ അത് നടന്നില്ല. പ്രിയ സഹോദരങ്ങൾ, സ്വാർത്ഥതയാണ് അവിടെ. ഒരു കുഞ്ഞുങ്ങളെ പരസ്പരം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും, മറ്റുള്ളവർ ഏത് മതസ്ഥരുള്ളവരായിക്കൊള്ളട്ടെ, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അവരോടും കൂടെ കൂടിയാലേ ഈ ഭൂമിയിലെ ജീവിതം സുന്ദരമാവൂ എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുവാൻ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരും അധ്യാപകരും ശ്രദ്ധിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കി നോക്കുള്ളൂ, ഏത് മതത്തിൽപ്പെട്ടവരാണേലും നമ്മുടെ കൈയൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ ചുമല രക്തമേ വരുള്ളൂ. ഒരു കളറും ആ രക്തത്തിന് മാറ്റം വരില്ല. നമ്മുടെ എല്ലാവരെയും സുരൽ കൂടി ഒഴിയിരിക്കുന്നത് ചോര രക്തം തന്നെയാണ്. അത് തമ്പുരാൻ ആ സുരലിലും കൂടെ നമുക്ക് തന്നിരിക്കുന്നതാണ്. അവിടെ വിവേചനങ്ങളോ വർണ്ണവിഭോജനങ്ങളോ ഒന്നും പാടില്ല. അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പരസ്പരം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും കുടുംബത്തിൽ തന്നെ പഠിപ്പിക്കണം. മാതാപിതാക്കന്മാർ അതനുസരിച്ചുള്ള പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്നാ പറഞ്ഞിരിക്കുക. ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ. സംശയമില്ല, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ് സമൂഹത്തിൽ. പ്രിയ സഹോദരങ്ങളെ, നമുക്കതിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഭാവിയിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായിട്ട് കുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ, അത് ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അത് പഠിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ, ദൈവത്തോട് ചേർത്ത് നിർത്തി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടുള്ളതായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുകയെന്നുള്ള സംശയമൊന്നുമില്ല. ഒരു സ്നേഹ സമൂഹം കെട്ടിപ്പടുക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട്. അത് സാധിക്കണമെങ്കിൽ ഇപ്പോൾ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനുവേണ്ട പരിശീലനങ്ങളും അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവന്നേ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന, നമ്മുടെ ഈ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഭാവിയിൽ നമുക്ക് ഓരോരുത്തർക്കും മുതൽക്കൂട്ടായിട്ട് ഉള്ള വ്യക്തികളായിട്ട് വളർന്നു വരട്ടെ. സേവന താല്പര്യമുള്ള, നാടിനെ ബഹുമാനിക്കുന്ന, മറ്റുള്ളവരെ മാനിക്കുന്ന, മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സർവേശ്വരൻ നമ്മുടെ ഇടവക മധ്യസ്ഥ വിശുദ്ധ ഗീവസ്തയിലൂടെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള എല്ലാ കുറവുകളും അനുഗ്രഹങ്ങളും എല്ലാ മാതാപിതാക്കന്മാർക്കും അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാർഷികത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും ഈ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെല്ലാവരുടെയും പേരിൽ അറിയിച്ചു. Thanks a lot, Very Reverend Father Joseph Vadakemangalath, for your evolving thought.